മദ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. സിസോദിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കസ്റ്റഡിയിൽ വേണമെന്നും CBI ആവശ്യപ്പെടും. അറസ്റ്റിൽ പ്രതിഷേധിച്ച ഡൽഹിയിൽ BJP ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ഇത് കൃത്യമായും തന്നെ BJPയുടെ അജണ്ടയാണ് ഈ അറസ്റ്റ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണോ ഈ BJP ഓഫീസിന് മുന്നിലേക്ക് ആം ആദ്മി പ്രവർത്തകർ ഈ മാർച്ച് നടത്തിയത്? തീർച്ചയായും കിരൺ, ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന നിലപാട് ആം ആദ്മി പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള ആഹ്വാനം ഉണ്ട്. ഡൽഹിയിൽ ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ ആണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. BJP ഓഫീസിലേക്കുള്ള മാർച്ച് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. പിന്നീട് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അതുപോലെ ആം ആദ്മി പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളുമുണ്ടായി. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തി വീശേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇത് വഴിവെച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം മനീഷ് സിസോദിയെ കോടതിയിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മനീഷ് സിസോദിയെ ഇന്നലെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനോട് ഒട്ടും സഹകരിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മദ്യ നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 7, അതുപോലെ IPCയിലെ 477A, 120B ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മനീഷ് സിസോദിയ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഭാര്യയുടെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചായിരിക്കും ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുക. അതേസമയം മനീഷ് സിസോദിയെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള നീക്കം CBIയും നടത്തും. ഏതായാലും വലിയ രാഷ്ട്രീയ സംഘർഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യമായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രക്ഷോഭം ശക്തമായി ഉന്നയിക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ വക്താക്കൾ ഇത് മനീഷ് സിസോദിയ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണ് എന്ന് വ്യക്തമാക്കി. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മക്കളൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ അതിന് കാരണക്കാരനായ മനീഷ് സിസോദിയാണ്. അതുകൊണ്ട് അത്തരം ഒരാൾക്ക് നേരെ ആണ് പോലീസ് തന്നെ ലാത്തി ചാർജ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ പ്രതിഷേധത്തിനാണ് ലാത്തി ചാർജ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസും ഇക്കാര്യം പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി പ്രവർത്തകരുടെ വക്താക്കൾ രംഗത്തെത്തിയത്. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇപ്പോൾ മനീഷ് സിസോദിയെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ഇപ്പോഴും അവിടെ പ്രക്ഷോഭം തുടരുകയാണോ? അതെ, പ്രക്ഷോഭം പിരിച്ചുവിടാനുള്ള ശ്രമമാണ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്, അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ. അതോടൊപ്പം തന്നെ ഈ കോടതിയും പരിസരങ്ങളിലും എല്ലാം തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും ഈ CBI ആസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും 144 ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. 50ഓളം ആം ആദ്മി പ്രവർത്തകരെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. 42 പുരുഷന്മാരും 8 വനിതകളും ഉൾപ്പെടെ ഉള്ളവരാണ് ഇന്നലെ കസ്റ്റഡിയിലായത്. ഇന്ന് ലാത്തി ചാർജും ഉണ്ടായി. ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വലിയ സുരക്ഷയിൽ തന്നെയാണ് ഡൽഹി ഇപ്പോൾ ഉള്ളത്. ഈ പ്രതിഷേധം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെക്കും. അതേസമയം BJP ആകട്ടെ ഈ അഴിമതിക്കെല്ലാം പിന്നിൽ അരവിന്ദ് കെജ്രിവാളാണ് എന്ന വാദമുയർത്തുന്നു. BJP വക്താക്കൾ വ്യക്തമാക്കുന്നത് ഇനി അടുത്ത് അരവിന്ദ് കെജ്രിവാളിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഈ മദ്യനയം ഇത്തരത്തിൽ രൂപീകരിക്കുന്നതിനും പിന്നീട് അത് പിൻവലിക്കുന്നതിനും ഒക്കെ ഇടയാക്കിയ സംഭവത്തിൻ്റെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്നാണ് BJPയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം അരവിന്ദ് കെജ്രിവാളിലേക്ക് നീളണം എന്ന് BJP ആരോപിക്കുമ്പോൾ ഇത് തികച്ചും ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ആപ്പ് ദേശവ്യാപകമായുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് പദ്ധതിയിടുന്നത്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരവും പ്രതിഷേധവും ഒക്കെ നടക്കുകയാണ്. BJP ഓഫീസിന് മുന്നിലേക്കാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രക്ഷോഭവുമായി എത്തിയത്. ഇവിടെ പോലീസും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും തമ്മിൽ സംഘർഷവും ലാത്തിയടിയുമൊക്കെ ഉണ്ടായി. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യമാണ് CBI
ഉന്നയിക്കുക എന്നാണ് അറിയുന്നത്. CBIയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും വാർത്തകളും അതാണ്. മനീഷ് സിസോദിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അതിനായി കസ്റ്റഡിയിൽ വേണം എന്നുമാണ് മനീഷ് CBIയുടെ ആവശ്യം. ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനു, മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച അഭിപ്രായം പറയുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? പ്രതികരണം വരും എന്നാണ് കരുതേണ്ടത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടില്ല. ആം ആദ്മി പാർട്ടി പക്ഷേ വ്യക്തമായി പറയുന്നത് BJPക്ക് കൂടുതൽ പേടി, കോൺഗ്രസിനേക്കാൾ രാഹുൽ ഗാന്ധിയേക്കാൾ പേടി ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യയുടെ ഭാവി. അതുകൊണ്ടാണ് BJP ഇത്രയും പാർട്ടിയെ ഭയക്കുന്നത് എന്നൊരു നിലപാടാണ് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടുകയും ഈ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭം നടത്തുകയും ചെയ്യുക എന്നാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ അതിനോടൊപ്പം സമാന മനസ്ഥിതിയുള്ള അല്ലെങ്കിൽ സമാനമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ കൂടി പിന്തുണയുമായി എത്തും എന്ന ഒരു പ്രതീക്ഷയും. ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ. दिल्ली की जनता को घेरा जा रहा है, बंद किया, लेकिन ये आवाज उठ के रहेगी। लेकिन മനു, കോടതി നടപടികൾ ആരംഭിച്ചു. എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അതിഷി ഉൾപ്പെടെയുള്ളവർ, MLA അതിഷി MLA ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, മറ്റ് ഇടങ്ങളിൽ കൂടി പ്രതിഷേധം ശക്തമായി നടന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പ്രവർത്തകർ ആസാമിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ ഒക്കെ തന്നെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരുവിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ മനീഷ് സിസോദിയ രാജ്യത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണെന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ആം ആദ്മി പാർട്ടി നൽകുന്നത്. അത്തരത്തിൽ സൗജന്യമായി രാജ്യതലസ്ഥാനത്ത് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന, വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, ആം ആദ്മി പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മനീഷ് സിസോദിയക്കെതിരെയുള്ള ഈ നീക്കം വലിയ തോതിൽ ചെറുക്കപ്പെടണം എന്നാണ് ആപ്പിൻ്റെ ഒരു ആവശ്യം. ഇതിനായി രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്നാണ് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിലും ഇത് ശക്തി പ്രാപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ആം ആദ്മി പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ CBI ഒട്ടും തന്നെ പുറകോട്ട് പോകുന്നില്ല. ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ അവർക്ക് ഉണ്ട് എന്നാണ്. പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കലും കുറ്റകൃത്യം ചെയ്യണമെന്ന മനോഭാവത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി ഇതിൽ ഇടപെടുകയും ചെയ്തു. തിരുത്തലുകൾ അക്കൗണ്ടുകളിൽ നടത്തി എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് CBIക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മദ്യനയ മായി ബന്ധപ്പെട്ട് ഉള്ള കേസിൽ കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് ഉണ്ട് എന്നാണ് CBI വ്യക്തമാക്കുന്നത്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്താൽ ഈ മനീഷ് സിസോദിയ അടക്കമുള്ള ആളുകളുടെ പങ്ക് പുറത്തേക്ക് വരും എന്നാണ് CBI കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കില്ല. സ്വാഭാവികമായും അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. തൻ്റെ ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനീഷ് സിസോദിയ ജാമ്യാപേക്ഷയ്ക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. അത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആം ആദ്മി പ്രവർത്തകർ. ഏതായാലും
കോടതി നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ ദേശവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ഒരുങ്ങുന്നു. പക്ഷേ ഇത് ലക്ഷ്യം കെജ്രിവാളാണ് എന്ന തരത്തിൽ BJPയിൽ നിന്ന് സൂചനകൾ വരുന്നു. ഈ മദ്യനയ അഴിമതി അല്ലെങ്കിൽ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറകിൽ കേന്ദ്ര ബിന്ദു എന്നത് അരവിന്ദ് കെജ്രിവാളാണ് എന്ന ആക്ഷേപം BJPയും ഉന്നയിക്കുന്നു. അതേസമയം ഇന്ന് ആം ആദ്മി പ്രവർത്തകർക്കെതിരെ നടന്ന അത് ലാത്തിചാർജിനെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ പ്രതികരണമാണ് നേതാക്കളിൽ നിന്ന് വന്നിട്ടുള്ളത്. അവരുടെ പ്രധാന പ്രവർത്തകർക്ക് നേരെ സേനാ വിഭാഗം അർദ്ധസൈനിക വിഭാഗങ്ങൾ ഇന്ന് ലാത്തിചാർജ് നടത്തി എന്നാണ് ഈ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ആക്രമണം ഈ ലാത്തിചാർജിൽ പരിക്കേറ്റത് എന്നവർ ആരോപിക്കുന്നു. അവരെ പിരിച്ചുവിടുന്നതിനായി നടത്തിയ ഈ ലാത്തിചാർജ് പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തകരുടെ തല പൊട്ടുന്നതിനും അതുപോലെ തന്നെ അവരുടെ പരിക്കേൽക്കുന്നതിനുമൊക്കെ ഇടയാക്കി. പക്ഷേ ആം ആദ്മി പാർട്ടിയെ ഇതുകൊണ്ടൊന്നും തടയാനാകില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ആം ആദ്മി പാർട്ടി അതിൻ്റെ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകും എന്ന സൂചന തന്നെയാണ് ഈ നേതാക്കൾ നൽകുകയും ചെയ്യുന്നത്. सीआरपीएफ ने बंदी बना लिया है। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। 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 मैं प्रधानमंत्री नरेंद्र मोदी को कहना चाहती हूँ, दिल्ली के अंदर चारों तरफ से ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടയാളെ രൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതി. രാജ്യം കത്തണമെന്നാണ് ഉദ്ദേശമെന്ന് കോടതി ചോദിച്ചു. ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. BJP നേതാവ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജി കോടതി തള്ളി. എറണാകുളത്ത് വീണ്ടും അടച്ചുപൂട്ടൽ. ഏലൂർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HIL അടച്ചുപൂട്ടാനാണ് നീക്കം. സ്ഥിരം തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 5 മാസമായി. 7 മാസമായി താൽക്കാലിക ജീവനക്കാർക്കും വേതനം ലഭിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, അടച്ചുപൂട്ടലിന്റെ ഒരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്? തീർച്ചയായും കിരൺ, കാരണം കേരളത്തിൽ തന്നെ ആരംഭിച്ച ആദ്യ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ ഉദ്യോഗമണ്ഡലിൽ പ്രവർത്തിക്കുന്ന HIL. കഴിഞ്ഞ 5 മാസങ്ങളായി ഇവിടുത്തെ സ്ഥിരം ജോലിക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. 9 മാസത്തിലധികമായി താൽക്കാലിക വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ശമ്പളം ലഭിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ KCB 2 കോടി രൂപ വൈദ്യുതി ബിൽ കുടിശ്ശിക ആയതിനെ തുടർന്ന് KCB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഒപ്പം അതിനു മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റി കുടിവെള്ള കണക്ഷനും വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകുന്നതിന് പോലും സൗകര്യമില്ലാത്ത വിധം അങ്ങേയറ്റം നരകതുല്യമായി മാറിയിരിക്കുകയാണ് ഈ ജോലി സംബന്ധമായി. കഴിഞ്ഞ 2 വർഷത്തിലധികമായി തന്നെ ഇത്തരം ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സ്ഥാപനത്തിലേക്ക് വരുന്ന റോ മെറ്റീരിയലിൻ്റെ അളവിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. ഒപ്പം വിപണന സംവിധാനങ്ങൾ അങ്ങേയറ്റം തകിടം മറിഞ്ഞ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, ഈ കേന്ദ്രമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ പെടുത്തുമ്പോഴും ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തിട്ടില്ല എന്ന നിലപാടായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൊഴിലാളികളെ പഞ്ചാബിലെയും ഒപ്പം ഈ എറണാകുളത്തെയും പ്ലാന്റ് അടച്ചുപൂട്ടുന്നതിനുള്ള നീക്കം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു എന്ന് അറിയിച്ചതായും വ്യക്തമാക്കുന്നു. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തികഞ്ഞ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് സ്ഥാപനത്തെ തള്ളിവിട്ടിരിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 64 സ്ഥിരം തൊഴിലാളികളാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അവർക്കാണ് ഈ ശമ്പള ഇനത്തിൽ വലിയ കുടിശ്ശിക വന്നിരിക്കുന്നത്. അവരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് പണം അടക്കം അടയ്ക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചു പോയ ആളുകൾക്ക് പെൻഷൻ സംവിധാനം ലഭ്യമല്ലാത്ത സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും അങ്ങേയറ്റം ദുഷ്കരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഈ സ്ഥാപനം കടന്നു പോകുന്നത്. ഏതാണ്ട് 42 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നേരിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കപ്പുറം ഇതിനെ നേരിട്ടല്ലാതെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് ഫണ്ട് പോലെ ഈ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞ
ഗവൺമെൻറ് സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നയം ഇവിടെയും നടപ്പിലാക്കണം എന്ന ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. അതിനായുള്ള ഒരു നീക്കം വളരെ ശക്തമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ മാനേജ്മെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തൊഴിലാളികൾ കണ്ടിട്ടും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും സംയുക്ത സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ അനീഷ് നേരത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അനീഷ് തന്നെ പറഞ്ഞു സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള നീക്കമില്ല എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയതെന്ന്. ഇപ്പോൾ ഈ അടച്ചുപൂട്ടൽ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായൊരു പ്രതികരണം അല്ലെങ്കിൽ അത്തരമൊരു നീക്കം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ കാർഷിക വിപ്ലവത്തിലേക്കും മറ്റുമൊക്കെ രാജ്യം നീങ്ങിയ ഒരു സമയത്താണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. പ്രധാനമായും കീടനാശിനികളും ഈ വളം പോലെയുള്ള സാമഗ്രികളുമാണ്, ഈ കളനാശിനികൾ അടക്കമുള്ള സാമഗ്രികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഒരു കാലത്ത് വലിയ കച്ചവടം ഉണ്ടായിരുന്ന സ്ഥാപനവുമാണ്. എന്നാൽ എൻഡോസൾഫാൻ, DDT പോലുള്ള സാമഗ്രികൾ നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള കച്ചവടം ഇടിഞ്ഞത്. പക്ഷേ ഇതിനനുസൃതമായി വൈവിധ്യവൽക്കരണം നടപ്പിലാക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകാതെ വന്നതാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് എന്നും തൊഴിലാളികൾ പറയുന്നു. ഇത്തരത്തിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കിയപ്പോൾ അവയൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് 400 കോടി രൂപ നൽകി ഈ സ്ഥാപനം പുനരുജ്ജീവിപ്പിക്കും എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഏതാണ്ട് 2 വർഷം മുമ്പ് ഈ കോവളത്തുമൊക്കെ വെച്ച് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഈ കേന്ദ്രമന്ത്രിയെ പോയി കാര്യമായി ബന്ധപ്പെട്ട് കണ്ട് ആശയവിനിമയം നടത്തിയപ്പോഴും മന്ത്രി അന്ന് തൊഴിലാളികളെ അറിയിച്ചിരുന്നത് ഇത് അടച്ചുപൂട്ടുന്നതിന് യാതൊരു ആലോചനയുമില്ല. കാരണം ഈ പൊതുമേഖലയിൽ ഈ കീടനാശിനിയും കളനാശിനിയും ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കൂടി അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് കഴിഞ്ഞ 5 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയായ ഹർഷിന നിരാഹാരം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിരാഹാര സമരം. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും ഹർഷിന പറഞ്ഞു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്കാരി അല്ലെങ്കിൽ അതിന്റെ ഇരയായ ഹർഷിന ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് നടപടി സ്വീകരിക്കണം, ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഹർഷിന ഉന്നയിക്കുന്നത്. എന്തായാലും ഹർഷിന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സൂചനാ സമരമാണത്? യഥാർത്ഥത്തിൽ സൂചനാ സമരം എന്നുള്ള രൂപത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിരാഹാരം അനിശ്ചിതകാലം കിടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 15, അതായത് 6 മാസം ആവുന്നുള്ളൂ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക ആണെന്ന് തെളിഞ്ഞിട്ട്. അപ്പൊ അന്ന് തൊട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. 3 വിദഗ്ധ സമിതികൾ അന്വേഷിച്ചു. അവസാനം ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ മന്ത്രിന്റെ അടുത്ത് എത്തിയിട്ടില്ല, ഗവൺമെന്റിന് അത് പുറത്ത് വിട്ടിട്ടില്ല. ആഴ്ചകളും കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു ഇത് ഫോറൻസിക്കിന് വിട്ടിട്ട്. അപ്പൊ എന്നിട്ടും ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇവർ പുറത്ത് വിടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു? 5 വർഷം ഞാൻ അനുഭവിച്ച് എനിക്കല്ലേ അറിയൂ. ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒത്താശയാണോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അങ്ങനെ തന്നെയാണോ കാണുന്നത്? ഇതിനെ അങ്ങനെ സംശയിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും വ്യക്തമായ എവിഡൻസ് ഉള്ള ഒരു കാര്യമായിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് പുറത്തു വിടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് നീതി വാങ്ങിത്തരാൻ കഴിയുന്നില്ല? അപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥാപനം അവരെ ആൾക്കാരുമാണല്ലോ. ഡോക്ടേഴ്സ് ആണെങ്കിലും ഗവൺമെന്റിന്റെ അവർക്ക് കോട്ടം വരുത്തരുത് എന്നുള്ള രൂപത്തിലാണല്ലോ. അതുകൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ സമരം മറ്റ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും മരണം വരെ പോരാടാൻ തന്നെ, നീതി കിട്ടുന്നത് വരെ. എന്നാണോ നീതി കിട്ടുന്നത്? കാരണം ഞാൻ വീട്ടിലേക്ക് വെറുതെ പോയിട്ട് കാര്യമില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യം ആയില്ല. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ടും എല്ലാ രൂപത്തിലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് തരിപ്പണായി നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതിനൊരു നീതി കിട്ടി, നഷ്ടപരിഹാരം ആണെങ്കിൽ നഷ്ടപരിഹാരം, പിന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക. എന്തായാലും നീതി ലഭിക്കും വരെ സമരം തുടരും എന്ന് തന്നെയാണ് ഹർഷിന പറയുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹർഷിനയുടെ തീരുമാനം. ക്യാമറാമാൻ ശ്രീജിത്ത് സീകല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com